മാമാങ്കവുമായും അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രവുമായും ചരിത്ര പ്രാധാന്യമുള്ള അങ്ങാടിപ്പുറം അൽപ്പാക്കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുളം നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിലാണ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. PMKSY പദ്ധതിയിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം അൽപ്പാക്കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. കുളത്തിലെ വെള്ളം വറ്റിച്ച് ചേറും ചെളിയും നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. PMKYS പദ്ധതി പ്രകാരം 55 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക വിനിയോഗിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി ചെലവഴിക്കേണ്ട പദ്ധതിയിലാണ് അൽപ്പാക്കുളം നവീകരണം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നവീകരണം പൂർത്തിയാകുന്നതോടെ വർഷങ്ങളായി മലിനമായി കിടക്കുന്ന ഈ കുളത്തെ സംരക്ഷിക്കാനാകും. ചെളിയും ചേറും നീക്കി വൃത്തിയാക്കി ചുറ്റും പടവുകളും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ച് മനോഹരമാക്കുന്നതാണ് പദ്ധതി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഇതെന്നും നവീകരണ പ്രവൃത്തികൾ ഈ വേനലിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ പറഞ്ഞു. അൽപ്പാക്കുളം നമുക്കറിയാം, അങ്ങാടിപ്പുറത്തിന്റെ നഗരഹൃദയത്തിലുള്ള തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കുളമാണ്. ഒരുപാട് ആളുകൾ ദിവസം ഉപയോഗിക്കുന്ന കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുളമാണ്. അതിന്റെ ഭംഗിയും അതിന്റെ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത്. പദ്ധതി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ചളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയിലുള്ള ചളി ക്ലിയർ ആക്കിയിട്ട് പിന്നെ നമ്മളൊരു ബേസ്മെന്റ് ക്ലിയർ ആക്കിയിട്ട് അത് മുന്നോട്ടുള്ള പദ്ധതികൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK മുസ്തഫ നവീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. വേനൽ മഴയെ തുടർന്ന് ജലം ഉയർന്നത് കാരണം കുളത്തിലെ വെള്ളം വറ്റിക്കേണ്ടി വരും എന്നതിനാൽ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു. വെള്ളം വറ്റിയതോടെ കഴിഞ്ഞ ദിവസം പ്രവൃത്തികൾ ആരംഭിക്കാനായി. തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിന്റെ മാമാങ്ക സ്മാരകമായ ചാവേർത്തറ പോലെ അൽപ്പാക്കുളവും മാമാങ്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്ന വള്ളുവക്കോനാതിരിയുടെ ചാവേറുകൾ 41 ദിവസത്തെ ഭജനമിരിക്കുന്ന സമയത്ത് അവർക്ക് കുളിക്കാനായി അൽപ്പാക്കുളം പണി കഴിപ്പിച്ചതെന്നാണ് ചരിത്രം. നീണ്ട കരിങ്കൽ പടവുകൾ സമചതുരാകൃതിയിലുള്ള കുളത്തിൽ കാണാനാകും. കടുത്ത വേനലിലും വറ്റാത്ത നീരുറവ അൽപ്പാക്കുളത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ തിരുമാന്ധാംകുന്ന് ദേവസ്വത്തിന്റെ സംരക്ഷണയിലാണ് അൽപ്പാക്കുളം.